വെള്ളം വെള്ളം. ടവൽ ടവൽ. Victory! 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 Oh, one time! Victory! പ്രിയമുള്ളവരെ, ഇതിനു മുമ്പ് ഞാൻ നടത്തിയിട്ടുള്ള എല്ലാ സാഹസിക പരിപാടികളെക്കാളും എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നതാണ് ഇന്നത്തെ പരിപാടി. കാരണം ഈ പരിപാടി ശ്രീ ചന്ദ്രൻ അവർകൾ സെക്രട്ടറി ആയിട്ടുള്ള തെരുവ് കുട്ടികളുടെ സംഘടനയായ സേവ് ചന്ദ്രൻ ഫോറത്തിന്റെ സേവ് ചിൽഡ്രൻ ഫോറത്തിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ചതുകൊണ്ടാണ്. നല്ല രീതിയിൽ സംഭാവന നൽകി പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. എന്റെ അടുത്ത തെരുവ് മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരെക്കാളും മുന്നിട്ടിറങ്ങിയ മൂസാക്കയോടുള്ള നന്ദി ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല. മൂസാക്കയെ പോലെ ഇനിയും ഒരുപാട് പേരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. നമസ്കാരം. സമിതിക്ക് വേണ്ടി പിരിഞ്ഞു കിട്ടിയിട്ടുള്ള 10,000 രൂപ 75 പൈസ ശ്രീ മൂസക്ക പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ ജെയിംസ് കുരുവിളക്ക് നൽകി ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ചന്ദ്രേട്ടന് വേറെ പണിയൊന്നുമില്ല. ഫോട്ടോ എടുക്കാൻ പറയണ. ഫോട്ടോഗ്രാഫർ വന്നില്ലേ? പിന്നെ പ്രശസ്ത സംവിധായകൻ പണ്ടെങ്ങാണ്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് 18 നില പൊട്ടുകയും ചെയ്തു. അതിന്റെ പേരും പറഞ്ഞ് നടക്കുക നിന്റെ പപ്പ. എന്തേ ഞാൻ പറഞ്ഞ ശരിയല്ലേ? പണിയില്ല ഡയറക്ടർ അല്ലേ നിന്റെ അപ്പൻ? ഫോട്ടോ ഫോട്ടോ. Prem, take the class. Good morning. Morning. I'm Maradona. Maradona. എനിക്ക് കരാട്ട പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്തിനാ ഇവിടെ തന്നെ വന്നത്? വേറെയും കരാട്ട ക്ലാസ്സിലുണ്ടല്ലോ. എനിക്ക് മാസ്റ്ററിന്റെ ശിഷ്യനായിട്ട് കാര്യമുള്ളൂ. എന്ത് ചെയ്യും? ഒരുപാട് കഷ്ടപ്പെട്ടു സാറേ ഇവിടം കണ്ടുപിടിക്കാൻ. ആട്ടെ, എന്തിനാണ് ഈ കരാട്ടെ പഠിക്കുന്നത്? അത് പിന്നെ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. പിന്നെ ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ നല്ല ചിന്തകൾ ഉണ്ടാകും. എക്സാക്ട്ലി. നല്ല സുന്ദരമായ ഹെൽത്തിയായ ശരീരമുണ്ടെങ്കിൽ വളരെ ഈസിയായി പെൺപിള്ളേര് വളയും. ഫീസ് 600 രൂപ. ആഴ്ചയിൽ 3 ക്ലാസ്സുകൾ. ഫ്രൈഡേയും സൺഡേയും നൈറ്റ് ക്ലാസ്സുകളുണ്ട്. See you tomorrow morning. ഓക്കെ മാസ്റ്റർ, ഞാൻ ഫീസുമായിട്ട് വരാം. വിട്. ഇവൻ എനിക്ക് പിറക്കാതെ പോയ മകനാണോ? 24 മണിക്കൂർ തുടർച്ചയായി വെള്ളത്തിൽ പൊന്തിക്കിടന്ന് ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ് ശ്രീ ഖദർ മൂസ. സുഹൃത്തുക്കളെ, 24 മണിക്കൂർ തികയാൻ ഇനി വെറും 25 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്ലീസ് സൈലന്റ്. മൂസാക്കാന്റെ കോൺസെൻട്രേഷൻ കളയരുത്. മൂസാക്കാന്റെ കോൺസെൻട്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വലിയ കോൺസെൻട്രേഷൻ തന്നെയാണ് സുഹൃത്തുക്കളെ. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ഇലയണിഞ്ഞാൽ പോലും പേടിക്കുന്ന മൂസാക്കാനെ നിങ്ങൾ ബഹളം വെച്ച് പേടിപ്പിച്ച് മുക്കി കൊല്ലരുത്. ഇതൊരു വമ്പിച്ച വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈശ്വര, മൂസാക്കാനെ മുക്കിക്കൊല്ലല്ലേ. ഒന്ന് മാറി. ഹലോ സർ, ഖാദർ മൂസ അഭ്യാസത്തിനിടയിൽ പാലസ് കുളത്തിൽ മുങ്ങി മരിച്ചു. ശവം വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നുണ്ട്. ചെളി ഉള്ളതിനാൽ ആരും കുളത്തിൽ ഇറങ്ങുന്നില്ല. ഉടൻ വരണം സർ. പാലസ് കുളത്തിൽ ഒരു അപകടം. കമോൺ, ഫാസ്റ്റ് കമോൺ. ഓ, ഒരു രസം.
അയ്യോ പ്രിയമുള്ളവരെ എവിടെയോ തീ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫയർ എഞ്ചിൻ വരുന്നുണ്ട്. മാറിക്കൊടുക്കുക. ഒന്നോട്ട് പോട്ടെ. ഫയർ എഞ്ചിൻ പോട്ടെ. മാറു പ്ലീസ്. Oh my God! Come fast! Come on, jump! Jump! ആരും പരിഭ്രാന്തരാകണ്ട. തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് ഒരു വിലപ്പെട്ട ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കാനായി. അതാണ് ഫയർഫോഴ്സ്. എന്താ അക്രമം സാറേ കാണിച്ചത്? മൂസാക്കന്റെ പ്രകടനം തകർത്തില്ലേ? ഇതിന്റെ CD ദീപ്കൊക്കെ കൊടുക്കാന്ന് ഞങ്ങളെ അറ്റാക്കായിരുന്നു. എല്ലാം പൊളിച്ച്. അങ്ങനെയായിരുന്നോ? ഐ ആം സോറി. ഞാൻ കരുതിയത് എന്റെ ഒരു സ്വപ്നമാണ് നിങ്ങൾ തകർത്ത് കളഞ്ഞത്. മാസ്റ്ററുടെ ബോഡി സൂപ്പർ ആണല്ലോ. 110. എന്റെ ബോഡിയെ പുകഴ്ത്തി പറയുന്ന 110ാമത്തെ ആളാണ് നീ. ഓഹോ, അങ്ങനെ. ഒരു കാര്യം ഉറപ്പാ, ഈ ബോഡി കണ്ട സ്ത്രീകള് മയങ്ങി പോവും. സൽമാൻ ഖാൻ സ്റ്റൈലല്ലേ? സത്യമാ, പല പെണ്ണുങ്ങൾക്കും ഞാനൊരു ഹരമാണ്. ഒരു ശിഷ്യനോട് പറയാൻ പാടില്ലാത്താണ്, എങ്കിലും പറയാം. സ്ത്രീ വിഷയത്തിൽ ഞാനൊരല്പ ജഗജില്ല. അപ്പോ സാറിന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അറിയില്ലേ? അവളെ പോവാൻ പറന്ന് വേറും മണ്ടിയാ. എന്റെ ചുറ്റിക്കളി ഒന്നും അവൾക്കറിയില്ല. ഞാൻ ആരാ പോൻ. മാസ്റ്റർ, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ നിന്റെ പ്രശ്നം? അത് എന്തായാലും എന്നോട് പറ. ഒരാഴ്ച കൊണ്ട് തന്നെ മറ്റൊരു ശിഷ്യന്മാരോടും ഇല്ലാത്ത ഒരു പ്രത്യേക അടുപ്പം എനിക്ക് നിന്നോട് തോന്നുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് പറ. അത് ഞാനൊരു ആന്റിയെ പരിചയപ്പെട്ടായിരുന്നു. അയ്യോ, പറഞ്ഞപ്പോഴേ നാക്കില് വെള്ളം വരുന്നു. എപ്പോ? കുറച്ചു നാളായി. ഞങ്ങളിപ്പോ നല്ല കമ്പനിയാ. ആഹാ, ഇതാണോ പ്രശ്നം? അതല്ല മാസ്റ്റർ, ഇന്ന് രാത്രിയില് എനിക്ക് അവരെ കാണണമെന്നുണ്ട്. പക്ഷേ അവരുടെ ഭർത്താവ് ആളൊരു ജഗജില്ല. എന്നെ പോലെ. ഐ ക്യാൻ ഹെൽപ് യു. ഇതാ കഞ്ചാവ് ലേഹ്യം. നിന്റെ ആന്റിയോട് പറ, ഇത് രാത്രി പാലി കലക്കി കെട്ടിവന് കൊടുക്കാൻ. അവൻ എത്ര വലിയ ജഗജില്ലിയാണേലും അവൻ ഉണരില്ല. അഥവാ ഉണർന്നാലും അവന്റെ കെട്ടുവിടില്ല. എന്നാ പിടി. താങ്ക് യു മാസ്റ്റർ. ഓൾ ദ ബെസ്റ്റ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നിനൊരു ധൈര്യം പോരാ. നാളെ വന്നിട്ട് വേണം എല്ലാം ഒന്ന് വിസ്തരിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ. നാളെ ഒന്ന് ആയാ മതിയായിരുന്നു. All karate masters are not fools, but once upon a time there was a master. Yes. എന്താ പതിവില്ലാതെ പാലൊക്കെ? പോയിട്ട് വാ, ഇരിയാക്കി തരാം. വണ്ടി ഒന്ന് നിർത്തണോ? ഞാനിപ്പോ വരാം. ശരി സാർ. ഇതവനല്ലേ? എന്തുവാടാ അത്? മിസ് കോള് വന്നതാ. എന്താടാ രാത്രി പൈപ്പ് ലൈന്? ടാങ്കിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ കയറിയതാ. നീ വന്നേ. അടുത്ത മാസത്തെ ലോൺ അടവും റെഡിയായി. വല്ലാതെ താമസിച്ചല്ലോ. ഷെർലി, ഒരു ചായ. ഇനി പാല് വേണ്ട, കെട്ടുവിടുന്നില്ലല്ലോ. നിന്റെ ആന്റിയോട് പറ, ഇത് രാത്രി പാലി കലക്കി കെട്ടിവന് കൊടുക്കാൻ. യു ബ്ലഡി ചീറ്റ്. Come on boys, follow me. അമ്പരപ്പിക്കുന്ന ധീര പ്രകടനം, നമ്മുടെ നാടിന്റെ ധീര രോമാഞ്ചവിത.
ആ മേരി, ഞാൻ വരാൻ അല്പം താമസിക്കും. അവന്റെ ട്യൂഷൻ സെന്റർ വരെ ഒന്ന് വന്നിരിക്കുക. സാറന്മാരൊക്കെ ഒന്ന് കാണണം. ഓക്കെ, വാ. ധീരതയുടെ പോരാളി, യുവതികളുടെ ഇയാൾക്കിത് എന്തിന്റെ കേടാണ്? മുസാക്ക, ഇതെന്ത് പറ്റി? ഇനി എന്ത് പറ്റണം? മൂക്കിന്റെ പാലം തകർന്ന് കണ്ണ് കെട്ടി ബൈക്ക് ഓടിച്ച മൂസാക്കാന്റെ ഫ്രണ്ടിലായിരുന്നല്ലോ ഞങ്ങളുടെ ജീപ്പ്. അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു പൂച്ച വട്ടം ചാടി. ഞങ്ങള് സഡൻ ബ്രേക്ക് ഇട്ടു. ഞാൻ സഡൻ ബ്രേക്ക് ചെയ്തില്ല. 48 മണിക്കൂർ തികയാൻ അരമണിക്കൂർ മതിയായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തായാലും കണ്ണ് കെട്ടിയുള്ള പരിപാടി ഇതോടെ നിർത്തി. പക്ഷെ അടുത്തത് കിടിലം പരിപാടിയാ. 30 വിഷപ്പാമ്പുകൾക്കൊപ്പം 30 ദിവസം ഒരു ചില്ലുകൂട്ടി. ലിംക ബുക്കിന്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതൊന്നും വേണ്ട മൂസാക്ക, അപകടമാ. പാമ്പല്ലേ, സാരമില്ല. എങ്ങനെങ്കിലും എനിക്ക് പ്രശസ്തനായി ലിംക ബുക്കിൽ ഇടം നേടിയേ പറ്റൂ. നിങ്ങൾ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ച വ്യക്തിയോട് എനിക്ക് എന്റെ ധീരത തെളിയിക്കണം. മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചോ? എല്ലാ സെറ്റപ്പും റെഡി. ഓക്കെ, അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരു ജലദോഷം. വീരശൂര പരാക്രമി ശ്രീ ഖാദർ മൂസ, നമ്മുടെ പൂളകം, നമ്മുടെ രോമാഞ്ചം, നമ്മുടെ നാടിന്റെ അഭിമാനം. ഇന്ന് ടൗൺ ഹാളിൽ ഒരു ചില്ലിൻ കൂടിനകത്ത് 30 വിഷം കണ്ടു പഠിക്കടാ. തോക്കുന്നവനൊക്കെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങാണെങ്കിൽ ഖാദർ മൂസ ആത്മഹത്യ റെക്കോർഡിട്ടാണ്. ഇപ്രാവശ്യം ഖാദർ മൂസാക്ക റെക്കോർഡ് ഇടുവോ? ബൈ. അറിഞ്ഞില്ലേ മൂസാക്കനെ പാമ്പ് കടിച്ചേ? ഒന്നല്ല 30 പാമ്പുകള് ചില്ലിന്റെ കൂട്ടിനകത്ത് വെച്ചേ ആൾക്കാരും ഷൈ ചെയ്യാൻ വേണ്ടി മൂസാക്ക ഒരു പാമ്പിനെടുത്ത് ഉമ്മ വെച്ചു. ഇത് കണ്ടതും വലിയൊരു പാമ്പ് ദേഷ്യത്തോടെ മൂസാക്കനെ വട്ടം ചുറ്റി ഒറ്റ കടി. ദേഷ്യോ? പാമ്പിനോ? അതെ, എന്റെ ഒരു ഡൗട്ടാ. മൂസാക്ക ഉമ്മ വെച്ചത് കടിച്ച പാമ്പിന്റെ ഭാര്യയായിരിക്കും. സ്വന്തം ഭാര്യയെ മറ്റൊരുത്തിന് ഉമ്മ വെച്ചാ ഭർത്താവ് വിടോ? അപ്പൊ ബാക്കി പാമ്പുകളോ? മക്കളായിരിക്കും. സ്വന്തം അമ്മയെ മക്കളുടെ മുന്നിൽ വെച്ച് ഉമ്മ വെച്ചാ മക്കള് സമ്മതിക്കോ? മൊത്തത്തിലൊരു ഫാമിലി അറ്റാക്ക് ആയിരുന്നു. ആരാ? എന്താ? ഏതാധാരണവ് പുറത്തേക്ക് ഇറങ്ങി പോയത്? ദൈവമേ, മറഡോണയുടേതാ. നമസ്കാരം. ആ, നമസ്കാരം നമസ്കാരം. ഇരിക്കി. ഇതെന്റെ അമ്മാവനാ, ജോൺ. ഏഞ്ചൽ ജോൺ. കാശ്മീരിലായിരുന്നു. കഴിഞ്ഞ കാർഗിൽ വാറിൽ ഇന്ത്യയെ നയിച്ചത് അങ്കിളായിരുന്നു. താങ്ക് യു. 10,80,000 രൂപയുണ്ട്, ഒരു മാസത്തെ പലിശ ഉൾപ്പെടെ. ഡോക്യുമെന്റ്സ് കിതർ ഹൈ? എന്തോ? ആധാരം എവിടെയെന്ന്? വിശ്വസിക്കുമെന്നറിയില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. അതിപ്പോഴും താൻ അങ്ങനെ തന്നെ ഇരിക്കുകയല്ലേ? അതല്ല സാർ, കുറച്ചു നേരത്തെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ താക്കോലിങ്ങനെ പറന്ന് എന്ന് അലമാര തുറന്നു. ഉടനെ മറഡോണയുടെ ആധാരം അടങ്ങിയ കവർ സ്വയം പുറത്തേക്ക് ഇറങ്ങി ഒറ്റപ്പോക്ക്. എന്ത്? പുറത്തേക്ക് ഇറങ്ങിപ്പോയെന്നോ? അപ്പൊ ആധാരം നഷ്ടമായി? അല്ല, എന്നുറപ്പിക്കരുത്. സ്വയം ഇവിടുന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് ഏത് സമയത്ത് തിരിച്ചു വരാം. ഈ ആധാരങ്ങളുടെ ഒക്കെ ഒരു കാര്യം. ഞാൻ സത്യം പറഞ്ഞത്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ പാവോ. പലിശക്കാരൻ പിശാചിന്റെ കൂട്ടുകാരനാണെന്ന് അറിയില്ലേ നിനക്ക്? അറിയില്ല? അല്ല, അറിയില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി. അപ്പൊ കാര്യങ്ങൾ എങ്ങനെ? ഇനി ഇവന്റെ ഈ പൈസ വേണോ? അതെനിക്ക് കിട്ടിയാൽ ഉപകാരമായിരുന്നു.
വേണ്ട വേണ്ട ഒന്നും വേണ്ട, എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. ഓക്കെ, വാ പോകാം. ജയ് ഹിന്ദ്. നിന്റെ ഒരു വരം കൂടെ കഴിഞ്ഞിരിക്കുന്നു. ഇത് വീട്ടിൽ കൊടുത്തിട്ട് വാ. പിന്നെ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് എന്നെ വിളിക്കരുത്. എന്തേ? ഒരു പുതിയ തമിഴ് പടം റിലീസായിട്ടുണ്ട്, പോയി കാണും. ആ നഗ്നമേനി പൊങ്ങി വരുന്നത് കാണാൻ ഹരികൊതിയോട് കാത്തു നിന്നു. എന്താ അവൾ വരാത്തത്? വരും വരും. 5 മിനിറ്റ് 43 സെക്കൻഡ്. വെരി പൂർ. മൂടൗട്ടാണ്ട മൂസാക്ക, നമുക്കൊന്നും കൂടി പൊങ്ങാന്നേ. ദേ അറിയാല 8 മിനിറ്റാണ് വേൾഡ് റെക്കോർഡ്. എന്താടാ അറിഞ്ഞോ? ജെയിംസ് ക്രൂള്ള സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്നു. സരോജ് കുമാറിന്റെ ഡേറ്റ് കിട്ടി. കഥയുടെ ത്രെഡ് കേട്ടതും ഇഷ്ടപ്പെട്ട ഡേറ്റ് കൊടുക്കായിരുന്നു. സോഫിയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അങ്ങനെ പൊടി പിടിച്ച് കിടന്ന ജെയിംസ് അച്ചായൻ വരെ പ്രശസ്തനായി. മൂസാക്കാന്റെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. എന്റെ മൂസാക്ക, നിങ്ങൾ ഇങ്ങനെ ബൈക്കിടിച്ചും പാമ്പടിയേറ്റും ഫയർഫോഴ്സിന്റെ കയ്യിൽ കുടുങ്ങിയും ജീവിതം വെറുതെ പാഴാക്കല്ലേ. ഇതിലും ഭേദം ഇക്ക ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോണതാ. ഇല്ലടാ സുമേഷ്, മുന്നോട്ട് വെച്ച കാലിനി പിന്നോട്ട് വെക്കില്ല. മയ്യത്തായാലും വേണ്ടില്ല. ഇപ്രാവശ്യം ലോക റെക്കോർഡ് ഞാൻ തിരുത്തും. നീ കണ്ടോ, ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് വെള്ളത്തിനടിയിൽ ഏറ്റവും കൂടുതൽ സമയം ശ്വാസം പിടിച്ചിരുന്നവൻ ഈ ഖാദർ മൂസയായിരിക്കും. എന്നാ കണ്ണാടിക്കൂട്ടിലിട്ട് പാമ്പുകൾ കൂട്ടക്കടി കടിച്ച ശേഷം ഇതാ സ്ഥിതി. പല പിപിയോ മകുടിയോ അടുത്തൂടെ പോയാ മതി, ഞാൻ പാമ്പിനെ പോലെ ആയിപ്പോ. എന്റെ ദൈവമേ, കത്തി ഉണ്ടായിരുന്നേ അത് മുടർത്തിയേനെ. Yes, Qadar Musa is ready for the battle. Breath holding attempt. കൊമേഴ്സ് പഠിക്കാൻ തീരെ താല്പര്യമില്ലാതിരുന്ന എന്നെ ഡാഡി നിർബന്ധിച്ച് കൊമേഴ്സിന് ചേർത്തു. എന്നിട്ട് ഞാൻ പഠിച്ചു. 2 പേപ്പർ ഇപ്പോഴും കിട്ടാനുള്ളൂ. എന്നിട്ടോ ബിസിനസ് ചെയ്യാൻ കാശ് ചോദിച്ചപ്പോ ബുദ്ധിയില്ലാത്തവനെന്ന് പറഞ്ഞ് കളിയാക്കി. അങ്ങനെയുള്ള ഒരാളെ ഞാൻ എന്തിനനുസരിക്കണം? പ്രിയപ്പെട്ടവരെ, ശ്രീ ഖാദർ മൂസയുടെ ജലാഭ്യാസ പ്രകടനം ഉടൻ ആരംഭിക്കാൻ പോവുകയാണ്. കൈവരിപ്പുഴയിൽ ഖാദർ മൂസയുടെ അഭ്യാസം തുടങ്ങാൻ പോവുകയാണ്. ഈ മൂസാക്കയ്ക്ക് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? വെറുതെ. അയാളത് നിർത്തണമെങ്കിൽ അയാളുടെ ഭാര്യ സീനത്ത് മടങ്ങിയെത്തണം. പിണങ്ങിപ്പോയ ഭാര്യ തന്റെ പ്രശസ്തി കണ്ട് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച പാവം ഇതൊക്കെ ചെയ്യുന്നത്. അന്നാ കുളത്തിലെ റെക്കോർഡ് ഞാനാണ് ഫയർഫോഴ്സിനെ വിളിപ്പിച്ച് തകർത്തത്. റെക്കോർഡിന് വേണ്ടി മൂസ വെള്ളത്തിൽ മുങ്ങും. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന അടിയൊഴുക്ക് കാരണം കുറച്ചകലെ തകർന്നു കിടക്കുന്ന ബോട്ടിനുള്ളിലെ വലയിൽ കാൽ കൊടുങ്ങും. അപ്പൊ മൂസാക്ക അങ്ങനെ കുറെ നേരം കിടന്നാൽ അയാൾ മരിക്കും. നോ ഏഞ്ചൽ, മൂസാക്കനെ രക്ഷപ്പെടുത്തണം പ്ലീസ്. എന്റെ ഇന്നത്തെ വരം മൂസാക്കാനെ രക്ഷപ്പെടുത്തണം. ഒരു ഏഞ്ചൽ, ഇനി ഒരു വരം എനിക്ക് വേണ്ട. ഒന്നിനും കൊള്ളാത്തൊരു വരം. Mr. Qadar Musa is making an attempt to break the 8-minute breath holding world record. So all the best to Mr. Qadar Musa. Thank you. ഹലോ ഫയർഫോഴ്സ്. അതെ സർ, ഇവിടെ അടുത്തുള്ള കൈവരിപ്പുഴയില് ഖാദർ മൂസയ്ക്ക് അപകടം. രക്ഷിക്കണം സർ. ഖാദർ മൂസയ്ക്ക് അല്ലേ? പോടാ റാസ്കൽ. സർ, കുറെ നാളായി നീ പലതും പറഞ്ഞ് ഞങ്ങളെ ഇട്ടിങ്ങനെ വട്ട് കളിപ്പിക്കുന്നു. എന്താടാ, നിനക്കൊക്കെ തമാശ കളിക്കാനാണോ ഫയർഫോഴ്സ് ഇവിടെ ഞങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നത്? സർ, സർ. എന്തായാലും നമുക്ക് കൈവരിപ്പുഴ വരെ ഒന്ന് പോയിട്ട് വരാം. പ്രിയപ്പെട്ടവരെ, 8 മിനിറ്റിന്റെ റെക്കോർഡ് നേർക്കുവാൻ വേണ്ടി നമ്മുടെ മൂസാക്ക വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിരിക്കുകയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക.
സ്റ്റോപ്പ്. മാറണോ ഇവിടെ? ഇങ്ങോട്ട് മാറി മാറി നിങ്ങള്. എന്റെ പൊന്നു സാറേ, ഈ തവണെങ്കിലും മൂസാക്കാന്റെ പരിപാടി പൊളിക്കരുത്. ഓക്കെ ഓക്കെ, ഇനി ഒരിക്കലും ഫയർഫോഴ്സിന് അബദ്ധം പറ്റില്ല. അദ്ദേഹം റെക്കോർഡ് നേടട്ടെ. ഫയർഫോഴ്സിന്റെ എല്ലാ